ഇപ്പോൾ ഈ സ്കൂളിലെ പ്രഥമാധ്യാപിക അജിത ടീച്ചർ ഈ വർഷം റിട്ടയർ എന്തോ ചെയ്യാനിരുന്നതാണ്. സർവീസിൻ്റെ അവസാന നാളുകളിലാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അജിത ടീച്ചറിനോടൊപ്പം നേരത്തെ പ്രവർത്തിച്ച മറ്റൊരു സഹപ്രവർത്തകയെ നമ്മൾ കണ്ടു. നമ്മളുടെ പ്രതിനിധി ഇപ്പോൾ ഈ അജിത ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പുലാമന്തോളാണ് ഉള്ളത്. പുലാമന്തോളിൽ ശരത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി പുലാമന്തോൾ സ്കൂളിലെ അജിത ടീച്ചറിൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഈ ഗ്രൂപ്പിൽ പോയവരിൽ കുറച്ചധികം ഈ സ്കൂളിൽ നിന്ന് ദൂരെയുള്ള ഒരു വീട് എന്ന് പറയുന്നത്. പുലാമന്തോളിൽ നിന്ന് ഈ ടീച്ചർ ഇവിടെ എത്തി പഠിപ്പിക്കുകയായിരുന്നു. പാങ് സ്കൂളിലെത്തി, പള്ളിപ്പറമ്പ് പാങ് സ്കൂൾ. അജിത ടീച്ചറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ശരത്ത് വളരെ വേദനയോട് കൂടിയാണ്. എല്ലാവരും അറിഞ്ഞു, ഇന്നലെ തന്നെ ഈ വാർത്ത വരുമ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവും. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവമായി പോയി. എന്തായാലും ഇന്നിപ്പോൾ ഷൊർണൂരിൽ ശാന്തി തീരത്താണ് ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പുലാമന്തോളിൽ വല്ലാത്തൊരു നടുക്കത്തിലും വിറങ്ങലിപ്പിലുമാണോ ബന്ധുക്കളും ഒക്കെ ഉള്ളത്? അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടോ വീട്ടിൽ? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് അജിത ടീച്ചറുടെ പുലാമന്തൂർ പാലൂരുള്ള തരത്തിലുള്ള അജിത ടീച്ചറുടെ വീട്ടിലാണ്. നിലവിൽ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അജിത ടീച്ചറുടെ ഭർത്താവ് ശിവരഘു, ഒപ്പം അമ്മ, 2 മക്കൾ എന്നിവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. നിലവിൽ ഇപ്പോൾ മക്കൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്താണ് പഠനം നടത്തുന്നത്. ഒരാൾക്ക് ഇന്ന് പരീക്ഷയുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ഈ അമ്മ മരിച്ച വിവരം അവരെ അറിയിച്ചിട്ടില്ല. പരീക്ഷ കഴിഞ്ഞ ശേഷം അറിയിക്കാം എന്നതാണ് നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ തീരുമാനിച്ചത്. എന്തായാലും അവരെയൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായ കാര്യമാണ്. ഈ അജിത ടീച്ചർ എന്ന് പറയുന്നത് നേരത്തെ പാങ്ങി സ്കൂളിലെ അധ്യാപകരും സഹപ്രവർത്തകരും മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെ പറഞ്ഞതുപോലെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ടീച്ചറാണ്. നേരത്തെ പുലാമന്തോളുള്ള സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ 2 വർഷം മാത്രമേ ഈ പാങ് LP സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയത്. അവിടെ പ്രധാനാധ്യാപികയായി വിരമിക്കാൻ 1 വർഷം മാത്രം നിൽക്കുകയാണ് തരത്തിൽ ഈ ഒരു ഉദാഹരണമായ സംഭവം ഉണ്ടായത്. നമുക്കിപ്പം നാട്ടുകാരൊക്കെ തന്നെ ചേരുന്നുണ്ട്. അജിത ടീച്ചറെ നേരിട്ട് അറിയാവുന്നതാണ്. എൻ്റെ വല്യമ്മയുടെ മോളാണ്. ടീച്ചർ എങ്ങനെയായിരുന്നു പൊതുവിൽ നിങ്ങളൊക്കെ ആയിട്ട്? അവർ നല്ല എനർജറ്റിക് ആയിരുന്നു, പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ഒരുപാട് എല്ലാ പരീക്ഷകളിലും നല്ല ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ച ആളാണ് അവർ. പുലാമന്തോൾ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷം മുമ്പാണ് അവർ പ്രൈമറി പ്രധാനാധ്യാപികയായിട്ട് പാങ്ങിലേക്ക് പോയത്. ഇപ്പം പുലാമന്തോൾ തന്നെ നേരത്തെ പഠിപ്പിച്ചിരുന്നു അല്ലേ? ദീർഘകാലം പുലാമന്തോൾ ഹൈസ്കൂളിലായിരുന്നു ഹിന്ദി അധ്യാപികയായിട്ട് വർക്ക്. വീട്ടിൽ വേറെ ആരൊക്കെയുള്ളത്? അവരുടെ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ 2 മക്കളാണുള്ളത്. ഇപ്പോൾ എവിടെയുള്ളവരെ മൂത്ത മകൾ കാൺപൂർ IIT-യിലാണ്. അവൾ PhD-ക്ക് പഠിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി BAMS-ന് വാവനൂരിൽ പഠിക്കുകയാണ്, കൂറ്റനാട്. പരീക്ഷയാണ്. രണ്ടാമത്തെ മകൾക്ക് പരീക്ഷയാണ്. ഇന്ന് പൊതുപരീക്ഷയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവളോട് പറഞ്ഞിട്ടില്ല. ഇളയ മകളോട് പറഞ്ഞിട്ടില്ല. മൂത്ത ആൾ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരു 4 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തും. നിങ്ങൾക്കും ടീച്ചറെ അടുത്തറിയാവുന്നതാണോ? നമ്മളുടെ ഒരു അകന്ന കസിനുമാണ്. അതുമാത്രമല്ല എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളും ഏകദേശം ഒപ്പാണ് പഠിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്. അതുമാത്രമല്ല നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, വീട്ടിലത്തേക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഇടപെടുന്ന ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചറാണ്. അതുപോലെ ഇപ്പോൾ പുലാമന്തോൾ ഹൈസ്കൂളിൽ ഉണ്ടാവുന്ന സമയത്തും നമ്മളോടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിരുന്ന ഒരു ആളാണ്. ഭയങ്കര ഒരു മിസ്സിങ് ആണ് നമ്മളെ സംബന്ധിച്ച്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ടീച്ചറാണ് അജിത ടീച്ചർ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യാത്ര എന്ന് പറയുന്നത് പോലും സ്റ്റാഫുകൾ മാത്രമല്ല, പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അത്തരം ആളുകളെ കൂടി ഉൾപ്പെടുത്തി യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ അജിത ടീച്ചർക്ക് പ്രധാന അധ്യാപിക എന്ന നിലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം മാനസിക അവസ്ഥയുള്ള, അത്തരത്തിൽ മനുഷ്യരുമായി ഇടപഴകുന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്ന, വളരെ എനർജറ്റിക്കായ, സന്തോഷകരമായ രീതിയിൽ എല്ലാവരുമായി ഇടപഴകുന്നൊരു ടീച്ചർ കൂടിയാണ് അജിത ടീച്ചർ. എന്തായാലും അതിൻ്റെ ഒരു വേദന ഈ പുലാമന്തോൾ എന്നൊരു നാടിനൊന്നാകെയുണ്ട്. നേരത്തെ പുലാമന്തോൾ ഹൈസ്കൂളിൽ അധ്യാപികയായി പഠിപ്പിച്ചു. പിന്നീട് 2 വർഷം മുൻപാണ് ഇത്തരത്തിൽ പാങ് LP സ്കൂളിലേക്ക്
പുലാമന്തോളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് ഇതിൽ പ്രധാന അധ്യാപികയായ അജിത ടീച്ചറുടെ വീട്ടിൽ നിന്നാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്. അജിത ടീച്ചർ അടുത്തിടെയാണ് പാങ് LP സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നത്. ഇനി ഒരു വർഷം മാത്രമാണ് സർവീസിൽ വിരമിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, വല്ലാത്തൊരു കാഴ്ചയാണ്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൈതാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ബന്ധുക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം. കാര്യം ഇവരിൽ പലരും പഠിപ്പിച്ചവരാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഹൈസ്കൂളിലെയും. ഒരുപക്ഷെ രക്ഷിതാക്കൾ പോലും ഇതിൽ ഏതെങ്കിലുമൊക്കെ അധ്യാപകരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവിടെ സാജിദ എന്ന ഈ സ്കൂളിലെ പാചക തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ചവരാവും ഇവരിൽ കൂടുതലധികം നിൽക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം. അങ്ങനെ അവരുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി വലിയൊരു ആൾക്കൂട്ടം ഇതിനകം തന്നെ പാങ്ങിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്.